ആസ്ട്രോദീപം ചാനലിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസത്തിൽ നിരവധി ഗ്രഹമാറ്റങ്ങളിലൂടെ അതിഗംഭീര നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ലഭ്യമാകുന്നതോടൊപ്പം ബമ്പർ ഭാഗ്യം വരെ ലഭിക്കാൻ സാധിക്കുന്ന നാളുകാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ആർക്കാണോ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ പേരും നാളും ജനന തീയതി അറിയാമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തുന്ന പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓഗസ്റ്റ് മാസം ധാരാളം സവിശേഷതകൾ നിറഞ്ഞൊരു മാസമാണ്. കാരണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായി നമ്മൾ ആഘോഷിക്കുന്ന തിരുവോണം വരുന്നത് ഓഗസ്റ്റ് 26-ാം തീയതി ബുധനാഴ്ചയാണ്. അതുപോലെ തന്നെ പിതൃപ്രീതിക്കായി നമ്മൾ ഓരോരുത്തരും നടത്തുന്ന കർക്കിടക വാവ് വരുന്നതും ഓഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ചയാണ്. മാത്രവുമല്ല നിരവധി ഗ്രഹമാറ്റങ്ങൾ ഈ ഒരു മാസവും സംഭവിക്കുന്നുണ്ട്. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യന് ഓഗസ്റ്റ് പകുതിയോടുകൂടി രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 17-ാം തീയതിയാണ് ചിങ്ങം 1 വരുന്നത്. അന്നേ ദിവസം നിലവിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കും. കൂടാതെ ശുക്രൻ, ബുധൻ, ചൊവ്വ എന്നീ മറ്റ് ഗ്രഹങ്ങൾക്കും യഥാസമയം രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. ദേവഗുരുവായ വ്യാഴം നിലവിൽ കർക്കിടകം രാശിയിലും കർമ്മഫലദാതാവായ ശനീശ്വരൻ മീനം രാശിയിലുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എല്ലാ രാശിയിൽപ്പെട്ട നാളുകാർക്കും പലവിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഈ ഒരു മാസം വന്നു ചേരും. എന്നിരുന്നാൽ ചില രാശിയിൽപ്പെട്ട നാളുകാർക്ക് അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഭാഗ്യം കൈകളിൽ എത്തിച്ചേരുക. ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരുന്നതിലൂടെ ജീവിത നിലവാരം ഉയരും. തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭ്യമാകും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. ഇവയ്ക്കൊക്കെ പുറമേ തന്നെ ബമ്പർ ഭാഗ്യം വരെ ലഭിക്കാൻ ചില രാശിയിൽപ്പെട്ട നാളുകാർക്ക് സാധിക്കുന്നതാണ്. ഇപ്രകാരം ഓഗസ്റ്റ് മാസത്തിൽ രാജയോഗ തുല്യമായ ജീവിതം ലഭിക്കുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ ധാരാളം ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. വൻ സാമ്പത്തിക അഭിവൃദ്ധികളായിരിക്കും വന്നു ചേരുക. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും. കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. സ്വർണമോ പണമോ ഒക്കെ കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തിരികെ കൈകളിൽ എത്തിച്ചേരും. ബാങ്ക് വായ്പകൾക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവയൊക്കെ അനുകൂലമായി വന്നു ചേരും. തൊഴിൽ രംഗത്തും മികച്ച വിജയങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ തൊഴിൽ മേഖലകളിലേക്ക് കടക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ വന്നു ചേരും. അവയൊക്കെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നതിലൂടെ മികച്ച ഒരു ജോലിയിലേക്ക് കടക്കാൻ സാധിക്കും. ഭാഗ്യ പരീക്ഷണങ്ങളും നടത്താവുന്നതാണ്. അതിലൊക്കെ വിജയങ്ങൾ വന്നു ചേരാനും സാധ്യത കാണുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ വന്നു ചേരും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. കുടുംബവുമൊത്ത് തീർത്ഥയാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും. പൊതുവെ എല്ലാ തരത്തിലും ആശ്വാസവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതാണ്. മിഥുനക്കൂറ് മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ നിരവധി ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. കാരണം ഈ സമയം നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജോലികളിലൊക്കെ മികച്ച വിജയങ്ങൾ വന്നു ചേരും. മാത്രവുമല്ല പുതിയ പല അവസരങ്ങളും നിങ്ങളെ തേടി വരും. ജോലിക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മികച്ച ഒരു കരിയറിലേക്ക് കടക്കാൻ സാധിക്കും. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും കുറച്ചുകൂടെ ബെറ്ററായ മറ്റൊന്നിലേക്ക് മാറാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. മേലധികാരികളുടെ പ്രശംസകൾ ഏറ്റുവാങ്ങുന്ന തരത്തിൽ പ്രവർത്തിച്ചു മുന്നേറാൻ സാധിക്കും. തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. അവയൊക്കെ തന്നെ ഗുണകരമായി തീരും. വിദേശ യാത്രകൾക്ക് പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നടന്നു കിട്ടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ചലച്ചിത്രം, സാഹിത്യം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ പല അവസരങ്ങൾ ലഭിക്കും. നിലവിൽ അത്തരം മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധ്യമാകും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും. ആരോഗ്യം മെച്ചപ്പെടും. പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നതാണ്.
ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം ആദ്യ പാദം ചേർന്ന് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ ധാരാളം ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കരിയർ മേഖലകളിലും ബിസിനസ് രംഗങ്ങളിലുമൊക്കെ മികച്ച വിജയങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. പുതിയ പല ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് തൊഴിൽ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് കാരണമായി തീരും. പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച ഒരു തൊഴിലിലേക്ക് കടക്കാൻ സാധിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനായി പരിശ്രമിക്കുന്നവർക്കും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിലൂടെ മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരങ്ങളും വന്നു ചേരും. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നേതൃത്വ സ്ഥാനം അലങ്കരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുടെ പ്രശംസകൾ ഏറ്റുവാങ്ങാനും സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരുന്നതിലൂടെ ജീവിത നിലവാരവും ഉയരും. ഭാഗ്യപരീക്ഷണങ്ങളും നടത്താവുന്നതാണ്. അതിലൊക്കെ വിജയങ്ങൾ വന്നു ചേരാനും സാധ്യത കാണുന്നു. ആരോഗ്യം മെച്ചപ്പെടും. പൊതുവെ എല്ലാ തരത്തിലും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതാണ്. തുലാം കൂറ് ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം ആദ്യ 45 നാഴിക ചേർന്ന് തുലാം കൂറുകാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. ബന്ധങ്ങൾക്കിടയിൽ ശക്തമായ സ്ഥാനം നിലനിർത്താൻ സാധിക്കും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ കലഹങ്ങളോ ഒക്കെ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. ദമ്പതിമാരെ സംബന്ധിച്ചും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകും. പ്രണയിക്കുന്നവർക്കാണെങ്കിലും നല്ല സമയമാണ്. പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരും. ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരും. നിലവിൽ ബിസിനസ് സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ അതിൽ നിന്നും ലഭിക്കും. പ്രത്യേകിച്ചും പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും വൻ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ്. പുതിയ ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടു നൽകും. തൊഴിൽ മേഖലകളിലും മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. ഭാഗ്യപരീക്ഷണങ്ങളിലൂടെയും ചിലപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും. മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട പല അവസരങ്ങളും ലഭിക്കും. വീട്, വാഹനം, വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനോ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടും. പഴയ ഗൃഹത്തിലാണെങ്കിലും പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി മോടി പിടിപ്പിക്കാൻ സാധിക്കും. ആരോഗ്യം മെച്ചപ്പെടും. പൊതുവെ എല്ലാ തരത്തിലും സമാധാനം നിറഞ്ഞു നിൽക്കുന്നതാണ്. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം ചേർന്ന് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും. പുതിയ കോഴ്സുകൾക്ക് ചേർന്ന് പഠിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ തന്നെ ചേർന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. തൊഴിൽ മേഖലകളിലും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കുറേ നാളുകളായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ട്രാൻസ്ഫറൊക്കെ ഈ സമയം നടന്നു കിട്ടുന്നതായിരിക്കും. മേലധികാരികളുടെ പ്രശംസകൾ ഏറ്റുവാങ്ങുന്ന തരത്തിൽ പ്രവർത്തിച്ചു മുന്നേറാൻ സാധിക്കും. ബിസിനസ് മേഖലകളിലും മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ദീർഘകാലമായി ഒരു ആഗ്രഹത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് അവ നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയം നടന്നു കിട്ടും. വീട്, വാഹനം, വസ്തു എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിക്കുന്നവർക്കും അവയൊക്കെ ലാഭകരമായി വാങ്ങാൻ സാധിക്കും. നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും. ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിത നിലവാരവും ഉയരും. കുറച്ചുകൂടെ ആഡംബരപൂർണമായി ജീവിച്ചു മുന്നേറാനും സാധിക്കുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യം വന്നു ചേരും. എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ടു പോകൂ. ക്ഷേത്ര ദർശനം നടത്തി ശ്രീരാമസ്വാമിക്കും മഹാവിഷ്ണുവിനും ആദിപരാശക്തിയായ അമ്മയ്ക്കും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ദേവീ മഹാത്മ്യവും രാമായണവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ലളിതാ സഹസ്രനാമവും നിത്യവും ജപിക്കാൻ സാധിക്കുമെങ്കിൽ അതും വളരെ ഉത്തമമാണ്. ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതായിരിക്കും. എല്ലാ നാളുകാർക്കും സർവ്വവിധ സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നന്ദി, നമസ്കാരം.